കാഴ്ചാപരിമിതിയുള്ള വിദ്യാർത്ഥിയെ വൈകല്യം പറഞ്ഞ് അധിക്ഷേപിച്ച റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വൈകുന്നു. ഭിന്നശേഷി കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ഒഴിച്ചാൽ റെയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നടപടിയുമില്ല. കണ്ണുപൊട്ടൻ വീട്ടിലിരിക്കണമെന്നായിരുന്നു ചെങ്ങന്നൂർ സ്വദേശിയായ സുബിൻ വർഗീസിന് നേരെ നടത്തിയ അധിക്ഷേപം. കാഴ്ചാപരിമിതിയുള്ള ആളുകൾക്ക് സുരക്ഷിതമായി ട്രെയിൻ കയറാൻ സ്ഥിരം സംവിധാനം വേണ്ടതിലേക്കാണ് സുബിന്റെ അനുഭവം വിരൽ ചൂണ്ടുന്നത്. മെയ് 20-ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സുബിൻ വർഗീസിന് ദുരനുഭവം ഉണ്ടാകുന്നത്. എറണാകുളത്തേക്ക് പോകാൻ വന്ന സുബിൻ ഒറ്റയ്ക്കായതിനാൽ ട്രെയിൻ കയറാൻ റെയിൽവേ പോലീസിന്റെ സഹായം തേടി. ഒരാൾ സഹായത്തിന് എത്തുകയും ചെയ്തു. ട്രെയിനിനടുത്തേക്ക് പോകുമ്പോഴാണ് ASI ഗിരികുമാർ അടുത്തെത്തി വൈകല്യം പറഞ്ഞ് അധിക്ഷേപിച്ചത്. അദ്ദേഹം വന്നിട്ട് നീ കണ്ണുപൊട്ടനാണെങ്കിൽ വീട്ടിലിരിക്കണം, അത്തരത്തിൽ എന്റെ വൈകല്യത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അദ്ദേഹം സംസാരിച്ചു. മറ്റ് പാസഞ്ചേഴ്സിനോട് പറഞ്ഞ പൊതുവെ ആളുകൾക്ക് ഈ ഡിസേബിലിറ്റി കോച്ച് ഏതാണെന്ന് കൃത്യമായി അറിയാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ. അപ്പം തന്നെ ട്രാവൽ ചെയ്യുന്നതാണ് ആൾക്ക് പ്രശ്നം. പ്രധാനമന്ത്രിയുടെ പോർട്ടൽ വഴി പരാതി നൽകിയിരുന്നു. കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ താക്കീത് നൽകി പരാതി ക്ലോസ് ചെയ്തുവെന്നാണ് ലഭിച്ച മറുപടി. വിവരമറിഞ്ഞ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മാത്രമാണ് അനുകൂല നടപടി. 7 ദിവസത്തിനകം RPF ASIക്കെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നാണ് ചെങ്ങന്നൂർ പോലീസിന് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാഴ്ചപരിമിതിയുള്ളവർക്ക് ട്രെയിനിൽ കയറാൻ സുരക്ഷിത ക്രമീകരണം വേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസേബിലിറ്റി കോച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബീപ്പ് ശബ്ദമോ എയർപോർട്ടുകളിലും മെട്രോയിലും നമുക്ക് കൃത്യമായ സംവിധാനമുണ്ട്. മെട്രോയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വിഷ്വലി ഇമ്പയർഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് നമ്മളെ അവരുടെ സെക്യൂരിറ്റീസ് തന്നെ വന്ന് നമ്മളെ ട്രെയിനിൽ കയറ്റിവിടും. നമ്മുടെ KSRTCയിലും ഇത്തരത്തിൽ ഇന്ത്യൻ റെയിൽവേയിലും പ്രോപ്പറായിട്ടൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ പോലെ കാഴ്ചയില്ലാത്തവർ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത്. കാഴ്ചാപരിമിതിയുള്ളവരെ അപമാനിക്കുന്നത് 5 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. പരാതി ക്ലോസ് ചെയ്ത സാഹചര്യത്തിൽ അപ്പീലുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വീണ്ടും സമീപിക്കാനൊരുങ്ങുകയാണ് സുബിൻ വർഗീസ്. റിപ്പോർട്ടർ, ആലപ്പുഴ.